ലോകം മുഴുവൻ എണ്ണ വിലയോർത്ത് ആശങ്കപ്പെടുമ്പോൾ സമുദ്രത്തിൽ ഇന്ത്യയുടെ ഒരു വമ്പൻ മാസ്റ്റർ സ്ട്രോക്ക്. ചൈനയിലേക്ക് പോവുകയായിരുന്ന കൂറ്റൻ റഷ്യൻ എണ്ണ കപ്പലുകൾ പാതി വഴിയിൽ വെച്ച് ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ റാഞ്ചിയിരിക്കുകയാണ്. എണ്ണയ്ക്കായി കാത്തിരുന്ന ബെയ്ജിംഗ് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കെ ദക്ഷിണ ചൈന കടലിൽ വെച്ച് യു ടേൺ എടുത്ത് ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് റഷ്യൻ കപ്പലുകൾ. സ്വന്തം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കി കരുത്ത് കാട്ടുകയാണ് ന്യൂഡൽഹി. റഷ്യയുടെ പ്രത്യേകതരം അസംസ്കൃത എണ്ണയായിട്ടുള്ള യൂറൽസ് ക്രൂഡ് ഓയിൽ നിറച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ കൊണ്ടുവരാൻ ശേഷിയുള്ള അഫ്രമാക്സ് വിഭാഗത്തിൽപ്പെട്ട അക്വാ ടൈറ്റൻ എന്ന ഭീമൻ കപ്പലാണ് ചൈനയെ നിരാശപ്പെടുത്തി ഇപ്പോൾ ഇന്ത്യയിലേക്ക് കുതിക്കുന്നത്. ജനുവരി അവസാനത്തോടെ ബാൽട്ടിക് സീ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഈ കപ്പലിന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം ചൈനയിലെ റിഡാവോ തുറമുഖമായിരുന്നു. എന്നാൽ മാർച്ച് പകുതിയോടെ തെക്കുകിഴക്കൻ ഏഷ്യൻ സമുദ്രപ്രദേശത്ത് എത്തിയപ്പോൾ റഷ്യൻ കപ്പൽ അപ്രതീക്ഷിതമായി ഗതി മാറ്റി. പുതിയ കണക്കുകൾ പ്രകാരം മാർച്ച് 21-ന് ഈ കപ്പൽ കർണാടകയിലെ ന്യൂ മംഗലാപുരം തുറമുഖത്ത് നങ്കൂരമിടും. ശ്രദ്ധിക്കേണ്ട കാര്യം, അക്വാ ടൈറ്റൻ മാത്രമല്ല, ഇതുപോലെ 7ഓളം എണ്ണ കപ്പലുകളാണ് റഷ്യ ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈനയ്ക്കുള്ള കപ്പലുകൾ റഷ്യ ഇങ്ങനെ വഴിതിരിച്ചു വിടുന്നത്? ഇതിനു പിന്നിൽ ഇന്ത്യ നടത്തിയ വളരെ കൃത്യമായിട്ടുള്ള വാണിജ്യ നയതന്ത്രപരമായ ഇടപെടലുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ വിതരണം കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ ഇന്ത്യ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാൻ അടിയന്തരമായി ക്രൂഡ് ഓയിൽ സംഭരിക്കാൻ സർക്കാർ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് MRPL, റിലയൻസ് തുടങ്ങിയ കമ്പനികൾ ലഭ്യമായ റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങിക്കൂട്ടി. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 3 കോടി ബാരൽ എണ്ണയാണ് ഇന്ത്യ ഓർഡർ ചെയ്തത്. ഇത്രയും വലിയ ഓർഡർ പെട്ടെന്ന് ലഭിച്ചപ്പോൾ പുതിയ കപ്പലുകൾ അയക്കാൻ കാത്തു നിൽക്കാതെ റഷ്യൻ വിതരണക്കാർ ചൈനയിലേക്ക് പോവുകയായിരുന്ന കപ്പലുകൾ ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അതായത് അമേരിക്കയുടെയോ ട്രംപിന്റെയോ അനുമതിക്കായി കാത്തു നിൽക്കാതെ പ്രതിസന്ധി ഘട്ടത്തിൽ പണം കൊടുത്ത് അടിയന്തരമായി എണ്ണ സ്വന്തമാക്കിയ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഊർജ്ജ സുരക്ഷാ നയമാണ് ഈ കപ്പലുകളുടെ ഗതിമാറ്റത്തിന് കാരണം. നിലവിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $102 മുകളിലാണ്. ഇതിന്റെ പ്രതിഫലനം ഇന്ത്യയിലുമുണ്ട്. സർക്കാർ കണക്കുകൾ പ്രകാരം പാട്ന മുതൽ നോയിഡ വരെയുള്ള നഗരങ്ങളിൽ പെട്രോൾ ഡീസൽ വിലകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും റഷ്യയിൽ നിന്നുള്ള ഈ എണ്ണവരവ് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ലോകം വലിയൊരു എണ്ണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ സ്വന്തം കോട്ട ഭദ്രമാക്കുകയാണ്. വൻ ശക്തികളുടെ സമവാക്യങ്ങൾക്കപ്പുറം സ്വന്തം ജനതയുടെ ആവശ്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. ചൈനയ്ക്കുള്ള എണ്ണക്കപ്പലുകൾ പാതി വഴിയിൽ സ്വന്തമാക്കിയതിലൂടെ ആഗോള ഊർജ്ജ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും വിപണിയിലെ സാമ്പത്തിക കരുത്തും എത്രത്തോളം ഉണ്ടെന്ന് ലോകം ഒന്നുകൂടി തിരിച്ചറിയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.